ദീപാലങ്കാരങ്ങളുടെയും വർണ്ണക്കാഴ്ചയൊരുക്കി ക്രിസ്മസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കനകക്കുന്ന്. കനകക്കുന്നിൽ ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയ ആ മനോഹരമായ കാഴ്ചകൾ കാണാം. തലസ്ഥാന നഗരി ആഘോഷത്തിമിർപ്പിലാണ്. പുഷ്പങ്ങളും ദീപങ്ങളും കൊണ്ട് അലങ്കൃതമാണ് നാടെങ്ങും. ആഘോഷങ്ങൾക്ക് മിഴിവേകാൻ വസന്തോത്സവം എന്ന പേരിൽ കനകക്കുന്നിൽ വർണ്ണക്കാഴ്ച ഒരുക്കിയിരിക്കുകയാണ് ടൂറിസം വകുപ്പ്. മന്ത്രി PA മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തലസ്ഥാന നഗരം ക്രിസ്മസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ എന്തൊക്കെ പുതിയ കാഴ്ചകളാണ്? കഴിഞ്ഞ വർഷം പുതുമയാർന്നതായിരുന്നു, തീം ബേസ്ഡ് ആയിരുന്നു. അത് വലിയ നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടു. സോഷ്യൽ മീഡിയയിലൊരു ട്രെൻഡായി മാറി. ലോക മലയാളികളാകെ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചു. കഴിഞ്ഞ വർഷം മറ്റ് നഗരങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇത്തവണ കോഴിക്കോട്, എറണാകുളം നഗരങ്ങളിലും പുതുവത്സരത്തെ വരവേൽക്കാൻ ഇതുപോലെ ഇലുമിനേറ്റ് ചെയ്യുകയാണ്. തിരുവനന്തപുരം ഇത്തവണ വളരെ വിപുലമായിട്ടാണ് നടത്തുന്നത്. ഒരു കമ്മ്യൂണൽ ഹാർമണി, മതസാഹോദര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു സന്ദേശം നൽകുന്ന നിലയിലാണ് ഇതിനെ മാറ്റിത്തീർക്കുന്നത്. തിരുവനന്തപുരം നഗരം ഇതുവരെ കാണാത്ത നിലയിലേക്കുള്ള ലൈറ്റിംഗ്, ഇലുമിനേഷനാണ് പൊതുവെ നൽകുന്നത്. അതോടൊപ്പം ഫ്ലവർ ഷോ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും 75,000-ഓളം പൂച്ചെടികൾ ഉൾപ്പെടുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന ഗംഭീരമായ നിലയിലുള്ള ഫ്ലവർ ഷോ ആണ്. ഇത് രണ്ടും ഇപ്പോൾ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു. അതിൻ്റെ കൂടെ കലാപരിപാടികൾ, മറ്റു പരിപാടികൾ, ഇവിടേക്ക് ആളുകൾക്ക് കൂട്ടായി വരാൻ, കുടുംബമൊത്ത്, സുഹൃത്തുക്കൾക്കൊത്തൊക്കെ വരാനും ഇത് കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റുന്ന നിലയിൽ മാറ്റുകയാണ്. കേരളത്തിലാകെ സന്ധ്യാസമയങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് തൊഴിലിൻ്റെ സ്വഭാവം മാറിയതുകൊണ്ട് തന്നെ കുടുംബമായിട്ടൊന്ന് ഫ്രീ ആവുന്നത് വളരെ വൈകിയാണ്. അപ്പോൾ ആസ്വദിക്കാൻ നഗരമാകെ ലൈറ്റിംഗ് കൊണ്ടുവരിക, മേൽപ്പാലങ്ങൾ ലൈറ്റിംഗ് ആക്കി മാറ്റുക, ഇതൊക്കെ ഞങ്ങൾ പൊതുവെ ടൂറിസം വകുപ്പ് എന്നുള്ളതിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് 2024 നടപ്പിലാക്കുന്നതിന് മുന്നോടി കൂടിയാണ് ഇത്തരം പരിപാടികൾ ടൂറിസത്തെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നു? ഇപ്പോൾ തിരുവനന്തപുരം നഗരം എടുത്ത് പരിശോധിച്ചാൽ തിരുവനന്തപുരം നഗരത്തിൽ ഒട്ടേറെ പരിപാടികളാണ്. ഇപ്പോൾ കേരളീയം, അതുപോലെ ഫിലിം ഫെസ്റ്റിവൽ, മറ്റ് ഓണാഘോഷം, അപ്പോൾ ഇതൊക്കെ തിരുവനന്തപുരം നഗരത്തിലാണ്. പിന്നെ മറ്റു പല പരിപാടികൾ വരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ റൂം തന്നെ കിട്ടാനില്ലാത്ത സ്ഥിതി വരുന്നു. ആളുകൾ മറ്റു പലയിടങ്ങളിൽ നിന്നും വരുന്നു. തിരുവനന്തപുരം നഗരമാകെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ആഘോഷങ്ങളുടെ, സന്തോഷത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഒക്കെ കേന്ദ്രം. അത് വലിയ നിലയിൽ സഞ്ചാരികൾ കടന്നു വരുന്നതിന് കാരണമായി മാറുന്നുണ്ട്. വിദേശ സഞ്ചാരികൾ വരുന്നുണ്ട്. ഇത്തവണ അത് വർദ്ധിച്ചു. കോവിഡിന് മുമ്പുള്ള നമ്പറിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. ആഭ്യന്തര സഞ്ചാരികൾ കേരളം ഉണ്ടായതിനു ശേഷമുള്ള സർവ്വകാല റെക്കോർഡിലാണ്. തിരുവനന്തപുരം ജില്ല രൂപം കൊണ്ടതിന് ശേഷമുള്ള ഏറ്റവും വലിയ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ റെക്കോർഡ് നമ്പറിലെത്തി. സംഘാടക മികവിന്റെ 2ാം വർഷത്തിൽ വസന്തോത്സവം എത്തുമ്പോൾ സന്ദർശകർക്ക് അനുഭവം കൂടുതൽ അവിസ്മരണീയമാക്കുന്നതിന് പുഷ്പ പെറ്റ് ഷോകളും ഭക്ഷ്യമേളയും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഇലുമിനേറ്റിംഗ് ജോയ്, സ്പ്രെഡിംഗ് ഹാർമണി എന്നതാണ് ഈ വർഷത്തെ ഉത്സവത്തിന്റെ പ്രമേയം. ട്രീ റാപ്പിംഗ് ലൈറ്റുകൾ, പ്രവേശന കമാനങ്ങൾ, ഉത്സവ തീം ലൈറ്റുകൾ, ചൂട് എയർ ബലൂണുകൾ, പ്രകാശിത പുൽത്തകിടുകൾ, പൂന്തോട്ടങ്ങൾ എന്നിവ പ്രധാന ആകർഷണങ്ങളിൽ പെടും. തിരുവനന്തപുരത്തിന് പുറമെ കൊച്ചിയിലും കോഴിക്കോടും ദീപാലങ്കാരങ്ങൾ ഒരുക്കുന്നുണ്ട്. പുതുവർഷത്തെ വരവേൽക്കുന്നവർക്ക് ഇതൊരു വിസ്മയ കാഴ്ച തന്നെയാണ്. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമേകുന്ന കാഴ്ചകൾ സമ്മാനിച്ചാണ് കനകക്കുന്ന് പുതുവർഷത്തെ വരവേൽക്കുന്നത്. ക്യാമറമാൻ വിനോജിനൊപ്പം അഷ്ടമി വിജയൻ, കൈരളി ന്യൂസ്.